അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ, നിങ്ങളുമൊക്കെയായി ഒരുപാട് ചേർന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയായിരിക്കും മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. പരിസ്ഥിതിക്കായി ഒരുപാട് വാദമുന്നയിച്ച, പരിസ്ഥിതിക്കൊപ്പം നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ? ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി മേഖലയിലെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ജനങ്ങളുമായി ചേർന്നുകൊണ്ട് എങ്ങനെ പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കാമെന്ന നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ജൈവവൈവിധ്യ നിയമം പോലെയുള്ള നിയമങ്ങൾ രാജ്യത്തിന് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ പശ്ചിമഘട്ട സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ ശക്തമായ നിലപാടുകൾ പറയും, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തതിന്റെ പേരിൽ സർക്കാരുകളുമായി ഇടയുകയും അദ്ദേഹത്തിന് സ്ഥാനം തന്നെ നഷ്ടമാവുകയും ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അത് നമുക്ക് പിന്നീട് ഉള്ള കാലം തെളിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ അദ്ദേഹം ശാസ്ത്രീയമായി പേരെടുത്ത് പറഞ്ഞ പ്രദേശങ്ങളിൽ പിന്നീട് ദുരന്തങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ ഏതാണ്ട് ചെറിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ശരിയാണ് എന്ന് പല രൂപത്തിൽ തെളിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും അവസാന കാലം വരെ, ഈ അടുത്ത കാലം വരെ പോലും അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അതിൽ പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിന് ഏറ്റവും വലിയ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി ഈ അടുത്ത വർഷങ്ങളിൽ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം കണ്ടത് ജനങ്ങൾക്കിടയിലുള്ള തന്റെ പ്രവർത്തനവും അവരുടെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ എങ്ങനെ ഏറ്റവും പുതിയ ടെക്നോളജി ഉൾപ്പെടെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ്. ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ്. കാരണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാർഗദർശിയായിട്ടൊരു വ്യക്തിയായിരുന്നു. എന്റെ വ്യക്തിപരമായ ജീവിതം എടുത്താൽ കഴിഞ്ഞ 10-15 വർഷക്കാലമായി അദ്ദേഹത്തുമായി വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ ഘട്ടത്തിലും നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയും എങ്ങനെയാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്, മുറികളിൽ നിന്ന് എങ്ങനെയാണ് അത് ജനങ്ങൾക്കിടയിലേക്ക് ആ സന്ദേശം പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കർശനമായ നിലപാട്, അതിന് മുഖം നോക്കിയില്ല, അതിന് രാഷ്ട്രീയ മുഖം നോക്കിയില്ല, തന്റെ സ്ഥാനമാനങ്ങൾ നോക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. ഹരീഷ് വാസുദേവൻ, അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അതൊക്കെ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചകളാണ് നമ്മൾ പിന്നീട് കണ്ടത്. അത്രത്തോളം പ്രകൃതി അറിഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ നമ്മെ വിട്ടുപോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ റിസർച്ച് കാലയളവ് മുതൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാട്ടിലും ജനങ്ങൾക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ടാണ് പരിസ്ഥിതി ശാസ്ത്രം പഠിച്ചത്. അദ്ദേഹം IIT-യിൽ പഠിച്ചിട്ടുണ്ട്, ഹാർവാർഡിൽ പഠിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം, ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിലും പഠിച്ച ബിരുദാനന്തര ബിരുദങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ പാഠം പഠിച്ചത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ബാക്കിയുള്ള ശാസ്ത്രജ്ഞന്മാരെക്കാൾ കൂടുതൽ ആഴത്തിലുള്ള പരിസ്ഥിതിയെ പറ്റിയുള്ള ശാസ്ത്രീയമായ അറിവുകൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. ആ ഫീൽഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം പല മുന്നറിയിപ്പുകളും നൽകിയിട്ടുള്ളത്. പശ്ചിമഘട്ടത്തെ സംബന്ധിച്ചായാൽ പ്രത്യേകിച്ച് അതിന്റെ പരിസ്ഥിതി ദുർബല അവസ്ഥ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വൈകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ പ്രളയത്തിന് ശേഷം 2019-ലും 2020-ലും അദ്ദേഹം കേരളം സന്ദർശിക്കുകയും പലയിടത്തും ആളുകളോട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരിസ്ഥിതിയോടുള്ള പലതരത്തിലുള്ള തെറ്റായ സമീപനങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അറിവ്, പരിസ്ഥിതി മേഖലയിലുള്ള അറിവ് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എല്ലാ കാലത്തും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ, താങ്കളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, പലപ്പോഴും ഈ പ്രകൃതിക്ക് വേണ്ടി വാദിച്ചത് കൊണ്ട് തന്നെ വലിയ പല ശത്രുക്കളെയും ശത്രുതകളും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി, പല ശത്രുക്കളും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. പ്രകൃതിക്ക് വേണ്ടി സംസാരിച്ചു എന്നതുകൊണ്ട് മാത്രമായിരുന്നു അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾ വിട പറയുമ്പോൾ ഇനി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആരുണ്ട് എന്നൊരു ചോദ്യം, വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകാൻ ആരുണ്ട്? പലപ്പോഴും അദ്ദേഹം നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യനാണ് വിട പറയുന്നത്, അല്ലേ? തീർച്ചയായും മനുഷ്യർ, കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള മുന്നറിയിപ്പുകൾ, ഒപ്പം തന്നെ അദ്ദേഹം പരിസ്ഥിതിക്ക് നൽകിയ സംഭാവനകളൊക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും, കാരണം 2011-ലാണ് നമ്മൾ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അന്ന് പക്ഷേ ആ റിപ്പോർട്ടിനെതിരെ വലിയ എതിർപ്പാണ് ഉണ്ടായത്. അനധികൃത പാറ ഖനനം, ഒപ്പം തന്നെ പരിസ്ഥിതി മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതൊക്കെ തന്നെ പരിസ്ഥിതിയെ വലിയ തോതിൽ ബാധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ആ റിപ്പോർട്ടിലൊക്കെ. രാകേഷ് തുടരുക. ബിനോയ് വിശ്വം ചേരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. ശ്രീ ബിനോയ് വിശ്വം,
മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രകൃതിക്കായി അത്രയധികം പ്രയത്നിച്ച, പ്രകൃതിയുടെ സംരക്ഷണത്തിനായി അത്രയധികം പ്രയത്നിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിട പറയുന്നത്. എന്തൊക്കെ ഓർമ്മകളാണ് അദ്ദേഹത്തെ പറ്റി പങ്കുവെക്കാറുള്ളത്? മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉണ്ടാകേണ്ടുന്ന പരസ്പര ബന്ധത്തെപ്പറ്റി അഗാധമായി ചിന്തിച്ച, ആ ബന്ധം പരിപാലിക്കാനായി ആവശ്യമായ നിർദ്ദേശങ്ങളെപ്പറ്റി പഠിച്ച, സമർപ്പിച്ച ഒരു വലിയ മനുഷ്യജ്ഞതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രവും മനുഷ്യനും, പ്രകൃതിയും മനുഷ്യനും എല്ലാം തമ്മിലുള്ള ബന്ധത്തിന്റെ ഏത് വിഷയവും പഠിക്കുമ്പോൾ ഭാവി തലമുറയും ഭാവിയുമാണ് മുഖ്യമെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു തലമുറയ്ക്ക് ഈ ലോകത്തെ, ഈ ഭൂമിയെ വാസയോഗ്യമായി സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ചില പ്രത്യേക മേഖലകളുടെ പ്രാധാന്യത്തെപ്പറ്റി ഇന്ത്യയെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പശ്ചിമഘട്ടം. 6 സംസ്ഥാനങ്ങളെ ഒരുമിച്ച് സ്പർശിച്ചു കിടക്കുന്ന ഈ പശ്ചിമഘട്ട മേഖല, ആ മേഖലയുടെ പരിസ്ഥിതി പ്രാധാന്യം അതീവ ഗൗരവത്തോടെ പഠിച്ച സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ആ പഠന ഫലമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ചില പ്രത്യേക മേഖലകൾക്ക് പ്രത്യേക അവസ്ഥകളുണ്ട്. അതിന്റെ ശക്തി ദൗർബല്യങ്ങളെ പറ്റിയുള്ള ചിന്ത മനുഷ്യന് വേണം. വികസനം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കയറി കണ്ണും മൂക്കുമില്ലാതെ എന്തും ചെയ്താൽ തൽക്കാലത്തേക്ക് കുറച്ച് പണമുണ്ടാക്കാൻ പറ്റിയേക്കും. പക്ഷേ ആ പണം ശാശ്വതമല്ല, ആ ലാഭം നിലനിൽക്കില്ല. കുറെ കഴിയുമ്പോഴേക്കും പ്രകൃതി പകരം വീട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രയും ശരിയാണത്. പ്രകൃതിയോട് നമ്മൾ അപ്പോഴപ്പോഴത്തെ താൽക്കാലിക ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് നടത്തുന്ന ഓരോ ഏറ്റങ്ങൾക്കും ക്രമങ്ങൾക്കുള്ള പ്രതിവിധിയല്ല, അതിന്റെ പ്രതികാരം പ്രകൃതിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നാം പിന്നെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, മലയിടിച്ചിലുകൾ എല്ലാം കാണുമ്പോഴെല്ലാം ഈ ഗാഡ്ഗിൽ മുന്നറിയിപ്പ് എത്രയും ശരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഗാഡ്ഗിലിനെ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ്. അദ്ദേഹം ഒരു പരിസ്ഥിതി മൗലികവാദിയല്ല, അദ്ദേഹം പരിസ്ഥിതിവാദിയായിരുന്നു. പരിസ്ഥിതിവാദവും പരിസ്ഥിതി മൗലികവാദവും രണ്ടും തെറ്റാണ്. പരിസ്ഥിതി മൗലികവാദം രണ്ടും ഒന്നല്ല. പരിസ്ഥിതിവാദം ശരിയാണ്, മൗലികവാദം തെറ്റാണ്. അതുപോലെ തന്നെ വികസനവാദം ശരിയാണ്, വികസന മൗലികവാദം തെറ്റാണ്. ഇത്തരം മൗലികവാദങ്ങളെ ഒരിക്കലും ഗാഡ്ഗിൽ സമ്മതിച്ചിട്ടില്ല, ശരിവെച്ചിട്ടില്ല. പക്ഷേ ഗാഡ്ഗിലിന് കറയറ്റ ലക്ഷ്യബോധമുള്ള ശാസ്ത്രീയമായ മനുഷ്യസ്നേഹപരമായ പ്രകൃതിവാദം ഉണ്ടായിരുന്നു. ആ പ്രകൃതിവാദം ശരിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ശുപാർശകളോട് അദ്ദേഹം പറഞ്ഞു, ഈ ശുപാർശകളെല്ലാം ഞങ്ങളുടെ കമ്മിറ്റി നടത്തിയ പഠനഫലമായി കണ്ടെത്തിയ ഞങ്ങളുടെ നിരീക്ഷണങ്ങളും ശുപാർശകളുമാണ്. ഈ ശുപാർശകളുടെ നടത്തിപ്പിന്റെ അധികാരം ആർക്കാണെന്ന് വെച്ചാൽ ഗാഡ്ഗിൽ പറഞ്ഞു, അത് ഗ്രാമസഭകൾക്കായിരിക്കണം. എന്താ ഗ്രാമസഭ? ഗ്രാമസഭകൾ ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള സഭയാണ് ഗ്രാമസഭ. ആ ഗ്രാമസഭകളായിരിക്കണം ഈ ശുപാർശകളെ പറ്റിയുള്ള ആത്യന്തികമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്.